രാവിലത്തെ ചായയോടെയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ മീൻകാരൻ ചേട്ടൻ്റെ കൂക്കൽ കേട്ടത്. ഓടിച്ചെന്ന് നോക്കുമ്പോഴോ മത്തി മാത്രം. എന്നും മത്തി കിട്ടിക്കഴിഞ്ഞാൽ കറി വെച്ചും പൊരിച്ചും ഒക്കെ അല്ലേ കഴിക്കാറുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ ഈ ഒരു മത്തി വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി 1 കിലോ മത്തി അങ്ങ് വാങ്ങിയിട്ടുണ്ട്. മത്തി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ദേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ചെറുതുമല്ല, എന്നാൽ പിന്നെ ഭയങ്കര വലുപ്പത്തിലും അല്ല, ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ മത്തി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ദേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇതവിടെ കിടക്കട്ടെ. അതങ്ങ് ഉപ്പ് എരിവൊക്കെ പിടിച്ച് വരുന്ന സമയം കൊണ്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലോട്ട് ആദ്യമേ തന്നെ കായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ കടുകിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂണോളം ഉലുവ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണേ. അത് 2 റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഉലുവയും കടുകും കായും കൂടി ഇട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഇനി ചീനച്ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിക്കുക. അതിലോട്ട് മീൻ ഇട്ടിട്ട് നമ്മൾ ഇതേ ഇങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ദേ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ മുഴുവൻ മീനും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എല്ലാ മീനും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇനി അതേ എണ്ണയിലോട്ട് തന്നെ ഞാനിത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നല്ലെണ്ണ ചേർത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു നല്ലെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അതിലോട്ടൊരു 3 പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നങ്ങ് വാടി കിട്ടണം. അപ്പോൾ ദേ ഇതുപോലെ എല്ലാം അങ്ങ് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. ആദ്യമേ തന്നെ 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അച്ചാർ പൊടിൻ്റെ ഒന്നും ആവശ്യമില്ലേ. അച്ചാർ പൊടിയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കടുകും ഉലുവയും അതുപോലെ തന്നെ കായം കൂടിയുള്ള ആ ഒരു പൊടി കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വിനാഗിരി കൂടെ ചേർക്കണേ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് തിള വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ മീനിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മത്തി ഈ ഒരു സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കണേ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ട് സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ആ മത്തിയുടെ ചൊവയൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല കേട്ടോ. അതുപോലെ തന്നെ മത്തിയൊക്കെ ഇഷ്ടമല്ല എന്ന് പറയുന്നവർ വരെ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങ് കഴിച്ചു പോവുക. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിക്കുള്ളിലാക്കി വെക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ കൃഷ്ണ അവ്യൂ എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു അച്ചാർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.